മലയോര കർഷകരുടെ ജീവിതം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ സങ്കീർണമാവുകയാണെന്ന് ഇടുക്കി രൂപത. ബഫർ സോണിന്റെ മറവിൽ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന് താമസിക്കുന്ന കർഷകരെ അവരുടെ സമ്മതത്തോടെ കുടിയൊഴിപ്പിച്ച് പുനരധിവസിപ്പിക്കാം എന്ന കപട വാഗ്ദാനവുമായി വനംവകുപ്പ് എത്തിയിരിക്കുന്നത് കർഷകരെ അനാഥത്വത്തിലേക്ക് തള്ളിവിടുമെന്നും ഇതിനു പിന്നിൽ ഗൂഢശ്രമങ്ങൾ നിലനിൽക്കുന്നതായും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് ഷെക്കീന ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ഇടുക്കിയെ വനവൽക്കരിക്കുവാൻ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ആരോപിച്ചു. നാൾക്കുനാൾ കഴിയും തോറും കർഷക ജീവിതങ്ങൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ബഫർ സോൺ വിഷയത്തിലുള്ള പ്രതിസന്ധികൾ എങ്ങുമെത്താതെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മോഹന വാഗ്ദാനങ്ങൾ നൽകി കർഷകരെ കുടിയിറക്കാനുള്ള പ്രേരണ വനം വകുപ്പിനെ മുൻനിർത്തി സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന് താമസിക്കുന്ന കർഷകരെ അവരുടെ സമ്മതത്തോടെ കുടിയൊഴിപ്പിച്ച് പുനരധിവസിപ്പിക്കാമെന്ന കപട വാഗ്ദാനവുമായാണ് വനം വകുപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രാരംഭഘട്ട നീക്കങ്ങൾ ഇടുക്കി ജില്ലയിലെ മാങ്കുളം, മറയൂർ, മാമലക്കണ്ടം തുടങ്ങിയ മേഖലകളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉടൻ തന്നെ ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ്, സുൽത്താൻ ബത്തേരി, മുത്തങ്ങ, തൊടുപുഴ, എടവണ്ണ, കൊട്ടിയൂർ തുടങ്ങിയ ഫോറസ്റ്റ് റേഞ്ചുകളിൽ ഉൾപ്പെട്ട 22 സെറ്റിൽമെന്റുകളിലെ 1082 കുടുംബ യൂണിറ്റുകളുടെ 466.57 ഹെക്ടർ ഭൂമിയാണ് നിലവിൽ ഒഴിപ്പിക്കലിന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ ഒഴിഞ്ഞുപോകാൻ സമ്മതിച്ച് അപേക്ഷ നൽകിയാൽ ഒരു കുടുംബ യൂണിറ്റിന് 2 ഹെക്ടർ ഭൂമിക്ക് 15 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. പകരം സ്ഥലവും നൽകും. കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന് 15 ലക്ഷം രൂപ വീതം വേറെയും നൽകും. 2 ഹെക്ടറിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അധികമുള്ള ഓരോ ഹെക്ടറിനും ഓരോ പാർപ്പിട യൂണിറ്റായി കണക്കാക്കി 15 ലക്ഷം രൂപ വീതം അധികം നൽകും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്ഥലം ഏറ്റെടുക്കലെന്ന് പ്രഖ്യാപനമുണ്ടെങ്കിലും നിജസ്ഥിതി അറിയുന്ന കർഷകരെ സംബന്ധിച്ച് എരിതിയിൽ എണ്ണ കോരിയൊഴിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങളെ ബോധപൂർവം കുടിയൊഴിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ സ്വയം ഇറങ്ങിപ്പോകുന്നുവെന്ന രീതിയിലാണ് അവസാനത്തെ കുടിയൊഴിപ്പിക്കൽ നടന്നതെങ്കിലും ഇതിനു പിന്നിൽ ഗൂഢശ്രമങ്ങൾ നിലനിൽക്കുന്നതായും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് ഷെക്കീന ന്യൂസിനോട് പറഞ്ഞു. ഇടുക്കി ജില്ല ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ ഭൂപ്രശ്നങ്ങളാൽ സങ്കീർണമാവുകയാണ്. ഏറ്റവും ഒടുവിലെത്തുന്ന വാർത്ത വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന കർഷകരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ഇടുക്കിയിലെ അടിമാലി, മാങ്കുളം താലൂക്കുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രകാരം ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഈ കർഷകർക്ക് ഇത്രയും തുകകൾ നൽകാനായിട്ടുള്ള സാധ്യതയുള്ളത് എന്ന് വ്യക്തമാകുന്നില്ല. പട്ടയമില്ലാത്ത ആളുകളുടെ ഭൂമി എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നതിന് വ്യക്തത വരുന്നില്ല. ഇവരുടെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയില്ല. ഒരു കാര്യം സ്പഷ്ടമാണ്, വിവിധങ്ങളായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കിയിലെ ആളുകളെ, ഈ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ആളുകളെയൊക്കെ അവിടുന്ന് ബോധപൂർവം കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വാഗ്ദാനങ്ങൾ നൽകി അവർ സ്വയം ഇറങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ അവസാനം എത്തിയിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ നടക്കുന്നത് എന്ന് മാത്രം. അവരുടെ സമ്മതത്തോടു കൂടി തന്നെ പാവപ്പെട്ട ആളുകൾ, കർഷകരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഭാവിയിൽ ഉണ്ടാകാവുന്ന എല്ലാ ഭവിഷ്യത്തുകളും തിരിച്ചറിയാതെയാണ് ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഒപ്പിട്ട് കൊടുത്ത് സമ്മതം അറിയിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അവ്യക്തതകൾ മാറ്റേണ്ടതുണ്ട്. ഇത് വനഭൂമിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ഒപ്പം തന്നെ വനം വകുപ്പിന്റെ പുതിയ നീക്കത്തോട് താല്പര്യമില്ലാതെ ഏതെങ്കിലും കുടുംബങ്ങൾ അവിടെ തന്നെ താമസം തുടരാൻ തീരുമാനിക്കുകയും പട്ടയമില്ലാത്ത കുടുംബങ്ങൾ പ്രദേശത്ത് തുടരുകയും ചെയ്താലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഫാദർ ജിൻസ് കാരക്കാട്ട് വ്യക്തമാക്കി. ഏതെങ്കിലും കുടുംബങ്ങൾ, ഏതെങ്കിലും വ്യക്തികൾ അവർക്ക് അവിടുന്ന് വിറ്റിട്ട് പോകാനായിട്ട് മനസ്സില്ല, അവരുടെ സ്ഥലം കൊടുക്കാനായിട്ട് മനസ്സില്ലാതെ വന്നാൽ ആ വീടിന്റെ ആളുകളുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയൊക്കെ വനഭൂമിയായി മാറ്റിയിരിക്കുന്നു. അവിടെ ഇനി വന്യജീവികൾ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർക്ക് അവിടെ ജീവിക്കാനായിട്ട് സാധ്യമാകാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും അവർ പതിയെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് നിർബന്ധിതരാകുകയും ചെയ്യുന്നു. അവർ അനാഥരാക്കി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇനി പട്ടയഭൂമി ഇല്ലാത്ത ആളുകളുടെ സ്ഥലം ഏറ്റെടുക്കുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ മാങ്കുളം പോലുള്ള പ്രദേശത്ത്
ഏറിയ പങ്ക് ആളുകൾക്കും പട്ടയം ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് പട്ടയം ലഭ്യമാകാത്ത ആളുകൾ അവിടെ തന്നെ താമസിക്കാനായിട്ട് നിർബന്ധിതരാകുന്നു. പട്ടയം ലഭിച്ച ആളുകളുടെ സ്ഥലമൊക്കെ വനഭൂമിയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ വന്യജീവികളുടെ അക്രമം കൊണ്ട് പൊറുതിമുട്ടിയ ഈ പാവപ്പെട്ട കർഷകർ എവിടേക്കാണ് ഇനി ജീവിക്കാനായിട്ട് പുറപ്പെടുക? അതുകൊണ്ട് വലിയൊരു അനാഥത്വം, ഒരു ഭീതിതമായിട്ടുള്ള ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഭരണകൂടം പാവപ്പെട്ട കർഷകരെ തെരുവിലിറക്കി അനാഥരാക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തരുത്. ഈ പ്രദേശത്തെ വനഭൂമിയാക്കി, ആളുകൾ നിബിഡമായിട്ട് വസിക്കുന്ന ഈ പ്രദേശങ്ങളെയൊക്കെ വനഭൂമിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റം തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം ഇടുക്കിയെ വനവൽക്കരിക്കാൻ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നതെന്നും നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭൂമി കൈക്കലാക്കാമെന്ന കുതന്ത്രവും വനം വകുപ്പിന്റെ മധുര പ്രഖ്യാപനങ്ങൾക്കുണ്ടെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ആരോപിച്ചു. ഈ ഭീകരസ്ഥിതിയാൽ ഒരുമിച്ച് ചെറുക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ നിഴലിക്കുന്നുണ്ടെന്നും സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ വ്യക്തമാക്കി. വനം വകുപ്പ് ഇടുക്കി ജില്ലയെ മുഴുവനും വനവൽക്കരിക്കുന്നതിന് ആസൂത്രിതമായ നീക്കം നടത്തുകയാണ്. ഒരു വശത്ത് വന്യജീവികളുടെ എണ്ണം പെരുകുന്നു. അവ ജനവാസ കേന്ദ്രങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങി കൃഷിക്കും ജീവനും സ്വത്തിനുമെല്ലാം ഭീഷണി ഉയർത്തുമ്പോൾ അത് ഫലപ്രദമായി ചെറുക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നടുവിൽ ചെറിയ ഭൂപ്രദേശങ്ങൾ ഏറ്റെടുത്ത് വനമായി പ്രഖ്യാപിക്കുകയും അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വന്യജീവികളുടെ എണ്ണം പെരുകി ചുറ്റുപാടുകളിൽ ശല്യമായി തീരുകയും ചെയ്യും. ഇതിനു പുറമെയാണ് കടുവ, പുലി തുടങ്ങിയ ക്രൂരമൃഗങ്ങളെ ജനവാസ മേഖലകൾക്ക് സമീപം കൊണ്ടുവന്ന് തുറന്നു വിട്ട് അവ മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്നത്. ഇതിനും പുറമെയാണ് അടുത്ത കാലത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കാമെന്ന കപട വാഗ്ദാനം നടത്തി ഏറ്റെടുക്കാൻ വനം വകുപ്പ് ശ്രമം നടത്തുന്നത്. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഏറ്റെടുക്കൽ എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നഷ്ടപരിഹാരം നൽകാം, പുനരധിവസിപ്പിക്കാം എന്നൊക്കെ വാഗ്ദാനം നൽകി ജനങ്ങളെ സമീപിക്കുമ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രണ്ട് തട്ടിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കിക്കൊണ്ട് നിർമ്മാണവും ഖനനവും വിലക്കി റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവും കൂടി വന്നിരിക്കുന്നത്. ഇതുമൂലം ജനങ്ങൾ വലിയ ഭീഷണിയിലുമാണിപ്പോൾ. മണ്ണെടുപ്പ്, ഖനനം, നിർമ്മാണം എന്നിവ പാടില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവ്. പതിച്ചു നൽകിയ ഭൂമി കൃഷി, വീട്, വഴി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ഉത്തരവിലുണ്ട്. ജീവിതം ജീവിച്ചു തീർക്കാൻ ആരോടെല്ലാം അഭ്യർത്ഥിക്കണമെന്ന കരളലിയിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവർക്കിടയിൽ മുഴങ്ങുന്നുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിലെ സർക്കാരിന്റെ മലക്കം മറിച്ചിൽ കർഷകരെ തീർത്തും അനിശ്ചിതത്വത്തിൽ ആഴ്ത്തുകയാണ്. ഷെഗ്യാന ന്യൂസ്, ഇടുക്കി.